ഒരു നല്ല കത്തോലിക്ക വിശ്വാസി എങ്ങനെയാണ് ഒരു വീട് പണിയുന്നതെന്ന് അറിയാമോ? നല്ല വിശ്വാസത്തോടു കൂടിയൊക്കെയാണ് വീട് പണിയുന്നത്. വീട് പണിയുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഞാൻ ആദ്യം പറയാം. അതിനുശേഷം ഇവരവസാനം കാണിക്കുന്ന മണ്ടത്തരം കൂടെ പറയാം. വീട് അതിമനോഹരമായിട്ടൊക്കെ ആയിരിക്കും പണിയുന്നത്. പക്ഷേ അതിനുശേഷം ഈ വീട്ടിൽ മനസമാധാനത്തോടെ കടന്നുറങ്ങാൻ പറ്റാത്തതിൻ്റെ കുറേ കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം അത് ഈ ചെയ്യുന്ന മണ്ടത്തരം കാരണമാണ്. അത് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ വീട് പണിയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു വിശ്വാസിയാണെങ്കിൽ ഒത്തിരി നേരത്തെ പ്രാർത്ഥിച്ചൊരുങ്ങും. അതായത് ചിലപ്പോൾ 1 വർഷം മുമ്പേ ഒക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുമായിരിക്കും, അല്ലെങ്കിൽ ധ്യാനത്തിന് പോയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു സ്ഥലം കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥലം മേടിക്കുന്നു. കർത്താവിന് നന്ദി പറയുന്നു. കാരണം നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മേടിക്കാനൊക്കെ സാധിച്ചല്ലോ. ഇനി ഈ സ്ഥലം കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യും? ഈ സ്ഥലം ഒന്ന് നന്നായിട്ട് വെഞ്ചരിക്കണം. അതിന് ഏതെങ്കിലും ഒരു അച്ഛനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അതൊന്ന് വെഞ്ചരിക്കും. കാരണം ഈ മണ്ണിലൂടെ ആ സ്ഥലത്തിലൂടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ. അത് കാരണം കർത്താവിനെ മുറുകെ പിടിച്ചിട്ടേ തുടങ്ങുള്ളൂ. അങ്ങനെ ആ സ്ഥലത്ത് വീട് പണിയാൻ തുടങ്ങുകയാണ്. അതിനുശേഷം പിന്നെ വാനമൊക്കെ മാന്തി കല്ലൊക്കെ ഇടുമ്പം അനമ്പളമൊക്കെ തളിച്ച് കുരിശൊക്കെ വെച്ചിട്ടായിരിക്കാം. അങ്ങനെ തറക്കല്ലൊക്കെ ഇട്ട് തറ കെട്ടുന്നു, ബെൽറ്റ് വാർക്കുന്നു. എല്ലാം വലിയ പ്രാർത്ഥനയോടെയും ഭക്തിയോടെയൊക്കെയാണ് ചെയ്യുന്നത്. കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. കാരണം ഒരു പ്രശ്നം വരാൻ പാടില്ല. ഇനി അടുത്ത കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ടൽവെപ്പാണ്. കട്ടൽവെപ്പ് എന്ന് പറയുന്നത് അതൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. എന്തായാലും ഇടവകയിലെ വികാരിയച്ഛൻ അവിടെ വന്നിരിക്കും. അച്ഛനും പ്രത്യേകം പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും പണിക്കാരും എല്ലാവരും പ്രത്യേകം ഒരുങ്ങി അച്ഛൻ്റെ വരവും കാത്ത് അച്ഛൻ വരുന്നു. കട്ടല വെഞ്ചരിക്കുന്നു. കട്ടിലയുടെ മുകളിലും താഴെയും സൈഡിലും എല്ലായിടത്തും കുരിശും ഭക്തവസ്തുക്കളൊക്കെ വെച്ച് ആ കവാടത്തിലൂടെയാണല്ലോ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ ഒരു പ്രശ്നവും വരാൻ പാടില്ല. കർത്താവിൻ്റെ വലിയ കരുതലുണ്ടായിരിക്കണം. അത് കാരണം ആത്മീയ സംരക്ഷണം ചോദിച്ചുകൊണ്ടാണ് കുരിശൊക്കെ വെച്ച് ഈ കട്ടിലേക്ക് വെഞ്ചിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഈ വീട് പണി അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും. വീട് പണിയുന്നോടം വരെ ചിലപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും, എല്ലാ ദിവസവും പള്ളിയിൽ പോവും. അല്ലെങ്കിൽ വീട് പണിത് തീരുന്നോടം വരെ സ്പെഷ്യലായിട്ട് കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാതിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേക നൊവേനകൾക്ക് ചൊല്ലി പ്രാർത്ഥിക്കാതിരിക്കാം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് നേർച്ച നേർന്നുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ആത്മീയ സ്ഥലത്ത് പോയി പ്രത്യേകം നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുമായിരിക്കാം. അല്ലെങ്കിൽ പള്ളിക്കോ അല്ലെങ്കിൽ ധ്യാനകേന്ദ്രങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ കൊടുത്തോ എത്രമാത്രം കരുതൽ കർത്താവിൻ്റെ അടുക്കൽ നിന്ന് എങ്ങനെയൊക്കെ മേടിക്കാവോ ആ വഴികളെല്ലാം നോക്കും. അങ്ങനെ വീട് പണിത് കഴിഞ്ഞ ശേഷം പിന്നീടുള്ള ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് പെരേക്കറിക്കൂടലാണ്. അതൊരു വലിയ പരിപാടിയാണ്. അതിനെല്ലാവരെയും നമ്മൾ വിളിക്കും. വികാരിച്ചനെ എന്തായാലും വിളിക്കും. കാരണം കയറിക്കൂടുന്നതിന് മുമ്പ് കർത്താവിൻ്റെ അഭിഷിക്തൻ ആ വീട്ടിൽ വന്ന് ആ ഭവനം വെഞ്ചരിക്കണം. ആ വീട് മുഴുവൻ വെഞ്ചരിച്ച് അടുക്കളയിൽ പാല് കാച്ചി അങ്ങനെ കർത്താവിൻ്റെ സകല സംരക്ഷണവും മേടിച്ചിട്ടാണ് ഒരു ഭവനം പണി പൂർത്തിയാക്കുന്നത്. പിന്നെ ആ പെരേക്കറിക്കൂടിന് വലിയ സന്തോഷത്തോടെ, ചിലപ്പോൾ ഇച്ചിരി ഞെളിഞ്ഞൊക്കെ ആയിരിക്കും നിൽക്കുന്നത്, എങ്ങനെ ആയിക്കോട്ടെ, എന്നിട്ട് ആ ദിവസം തന്നെ എല്ലാവരോടും പറയാതിരിക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം പറയാതിരിക്കാം, അല്ലെങ്കിൽ പെര പണിയുന്ന കാലഘട്ടങ്ങളിൽ പറയാതിരിക്കാം, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കൊരു വീട് തന്നു, ഞങ്ങൾ അവിടെ പോയി പ്രാർത്ഥിച്ചു, ഞങ്ങൾ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഒത്തിരി മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവമാണ് ഞങ്ങൾക്ക് ഈ ഭവനം തന്നത്. ഇത്രയും കഴിഞ്ഞ ശേഷം ഇനി ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? വീട് പണിയാൻ തുടങ്ങുന്നതിന് 1 ആഴ്ച മുമ്പോ 1 വർഷം മുമ്പോ 1 മാസം മുമ്പോ അല്ലെങ്കിൽ 2 വർഷം മുമ്പോ ഒക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. അന്ന് മുതലേ കർത്താവേ കർത്താവേ എന്ന് വിളിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ വിളിച്ച് കർത്താവ് ഒരു ഭവനം തന്നു. വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ ഈ വീട്ടിലേക്കൊന്ന് കയറി നോക്കണം. ഒരു 90% ഭവനങ്ങളിൽ നടക്കുന്ന സംഭവമാണ് ഈ പറയാൻ പോകുന്നത്. ആ വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും കിടക്കാൻ പ്രത്യേക ഒരു മുറി ഉണ്ടാവും. അതിനാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയും. അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. അറ്റാച്ച്ഡ് ബാത്റൂം, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ബെഡ്, AC, ഫാന്, പ്രത്യേക ലൈറ്റ്സ്, അവരുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. വളരെ മനോഹരമായിരിക്കും. ഇനി മക്കൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള റൂമുകളുണ്ടാവും. അതും അറ്റാച്ച്ഡ് മുറികളായിരിക്കും. അവിടെയും ഇതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും. ഇനി പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ കിടക്കാനായിട്ടൊരു ഗസ്റ്റ് റൂം വേണമല്ലോ. അതായത് അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനായിട്ട് പ്രത്യേക റൂം. അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാകും. പിന്നെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സോഫയൊക്കെ ഇട്ട് സെറ്റാക്കി അതിഥികളൊക്കെ വരുമ്പോൾ ഇരുന്ന് വർത്താനം പറയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ടൊരു പ്രത്യേക ഏരിയ, ഭക്ഷണം പാകം ചെയ്യാനായിട്ടൊരു പ്രത്യേക ഏരിയ, ഈ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കൊണ്ടുവെക്കാനായിട്ടൊരു സ്റ്റോർ, അതൊരു പ്രത്യേക ഏരിയ, തുണി അലക്കിയിടാനായിട്ട് ഒരു പ്രത്യേക ഏരിയ. പിന്നെ 2ാം നിലയിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ടെറസോ അതിൻ്റേതായിട്ടൊരു സ്പേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ
അവിടെയും ചെറിയൊരു സ്പേസ് ഒക്കെ ഉണ്ടാക്കി അത്യാവശ്യം കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. തുടക്കം മുതൽ അവസാനം വരെ ഈ ഒരു ഭവനത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ച ഒരു ദൈവമില്ലേ? വീട് പണിത് തീരുന്നോടം വരെ, പെരേക്കരുക്കുള്ളിൽ നടക്കുന്നോടം വരെ നീ കണ്ണുനീരോടെ ആകുലതയോടെ പ്രാർത്ഥിച്ച ഒരു ദൈവമില്ലേ? ആ ദൈവത്തിൻ്റെ സ്ഥാനം ഇപ്പോൾ എവിടെയാ? ഇനി ദൈവത്തിൻ്റെ സ്ഥാനം പറയാം. ദൈവത്തിൻ്റെ സ്ഥാനം ഒരു 90% വീടുകളിലും ഏതെങ്കിലും ഒരു ഭിത്തിയുടെ മുകളിലായിരിക്കും. ചിലപ്പോൾ TV കാണുന്ന മുറിയിലെ ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കാം ഒരു ചെറിയ രൂപക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കാം ഒരു ചെറിയ രൂപക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു കോർണറിലോ ഒരു സൈഡിലോ എവിടെയെങ്കിലും കൊണ്ടൊന്ന് മാറ്റി വെക്കും, എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഒതുക്കി വെക്കും. ഇതാണ് ദൈവത്തിന് കൊടുക്കുന്ന സ്ഥാനം. ദൈവമാണ് നിന്നെ അനുഗ്രഹിച്ചെങ്കിൽ, ഈ ഭവനം പണിയുന്ന കാലഘട്ടങ്ങളിലുടനീളം കർത്താവാണ് നിനക്ക് സംരക്ഷണം നൽകി നിന്നെ അനുഗ്രഹിച്ചതെങ്കിൽ, ആ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെക്കേണ്ട ഒരു സ്ഥാനം എവിടെയെങ്കിലും ഒരു കോർണറിൽ ഏതെങ്കിലും ഒരു ഭിത്തിയിൽ കൊണ്ട് വെച്ചാൽ മതിയോ? പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഭവനം പണിയുമ്പോൾ നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. സ്വന്തമായൊരു മുറി, കുളിക്കാനൊരു സ്ഥലം, കിടക്കാനൊരു സ്ഥലം, ഭക്ഷണം കഴിക്കാനൊരു സ്ഥലം, വർത്താനം പറയാനൊരു സ്ഥലം, ഭക്ഷണം കുക്ക് ചെയ്യാനൊരു സ്ഥലം. പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു പ്രത്യേക മുറി സ്ഥാപിക്കാതിരിക്കുന്നത് ഒരു ഭവനത്തിൻ്റെ വലിയ കുറവ് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏറ്റവും കൂടുതൽ ദൈവ സംരക്ഷണം അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടത് വീട് പണി തുടങ്ങുന്നതിന് മുമ്പല്ല, അല്ലെങ്കിൽ വീട് പണിയുന്ന കാലഘട്ടത്തിലല്ല. എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ദൈവത്തിൻ്റെ സംരക്ഷണം വേണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ദൈവ സംരക്ഷണവും ദൈവ സാന്നിധ്യവും വേണ്ടത് ഭവനം പണിത ശേഷമാണ്. കുടുംബം ഒരുമിച്ച് ജീവിക്കുന്ന സമയത്തല്ലേ കർത്താവിൻ്റെ കൂടുതൽ കരുതൽ നമുക്ക് വേണ്ടത്. അപ്പോൾ അവിടെ നല്ലൊരു പ്രാർത്ഥനാ മുറിയും അവിടെ നല്ല അഭിഷേകമുള്ളൊരു പ്രാർത്ഥനയും നടന്നാൽ, പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ആ ഭവനത്തിൽ ഒരു ദൈവിക അന്തരീക്ഷം ഉണ്ടാവും, ഒരു ദൈവിക സമാധാനം ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ പ്രാർത്ഥനയ്ക്കായിട്ടൊരു മുറിയുണ്ട്, അടച്ചുപൂട്ടുള്ളൊരു പ്രത്യേക മുറി. ഒരു അച്ഛൻ ആ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആ മുറി കയറിയിട്ട് ഒരു കുർബാന ചെല്ലാനായിട്ട് പറ്റും. അതുപോലെ ഒരു പള്ളി പോലെ ഉള്ള ഒരു മുറി. അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഭവനം പണിത ശേഷവും ഒത്തിരി സമാധാനവും അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങളിലൂടെ അവിടെ കടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഒരു 90% ക്രിസ്ത്യാനികൾ ഭവനം പണിയുമ്പോൾ സംഭവിക്കുന്നത് ഇതുപോലെയാണ്. തുടക്കത്തിലൊക്കെ 127 സങ്കീർത്തനം അതിൻ്റെ 1-ാം അധ്യായമൊക്കെ പ്രാർത്ഥിക്കും. അതിങ്ങനെയാണ്: കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് വീടൊക്കെ പണിത് കൊടുക്കും. പക്ഷേ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്ന ശേഷം കോരായണ എന്നുള്ള അവസ്ഥയാണ്. വീട് പണിയുന്ന കാലഘട്ടത്തിൽ അതുപോലെ കട്ടയ്ക്ക് നിന്ന ദൈവത്തിനൊരു പ്രത്യേക സ്ഥാനം നമ്മുടെ ഭവനത്തിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു ചെറിയ പ്രാർത്ഥനാ മുറി നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകുന്നത് അത് വലിയൊരു നഷ്ടമൊന്നുമല്ല. പകരം അത് ദൈവത്തിന് ആ ഭവനത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുന്നതിന് തുല്യമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, കുടുംബം സ്ഥാപിച്ച ദൈവമാണ്, അതിൻ്റെ സ്ഥാപകൻ കർത്താവാണ്, അതിൻ്റെ നാഥൻ കർത്താവാണ്. ആ നാഥന് കുടുംബത്തിൽ വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നാഥൻ നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മുടെ സമാധാനത്തിനും നമ്മുടെ മുമ്പോട്ടുള്ള അനുഗ്രഹങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകും. സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സമാധാനത്തിൽ ജീവിക്കാനായിട്ട് കുടുംബങ്ങളിലുള്ള എല്ലാവരെയും ആത്മാവിൽ നിന്ന് സമർപ്പിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കുക. ആമേൻ.